ഓണം കളറാക്കി തകിലോത്സവം 2025. തകിൽ കലാകായിക സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച 1200 പേർ അടങ്ങുന്ന ഓണസദ്യ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളനിയിൽ അബ്ദുള്ള സ്ക്വയർ ഗ്രൗണ്ടിൽ സിനിമ സീരിയൽ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ലക്ഷണയുക്തമായ കേരളത്തിന്റെ സ്വഭാവം എന്തെന്ന് ഈ ഓണം ഉണ്ട് കഴിയുമ്പോൾ ഉറക്കം വരുന്നതിന് ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ ആലോചിക്കാൻ ഈ ഓണസദ്യ ഉണ്ടുമ്പോൾ നമ്മൾ ബാധ്യസ്ഥരാണ്. എവിടെയാണ് കേരള സമർത്ഥപൂർണമായ അതിരുകളില്ലാത്ത മാനവികതയുടെ ഏകതയുടെ മനുഷ്യത്വമാണ് ജാതി എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വിഭാഗീയ ജാതി ചിന്തകളും ഇല്ലാതെ നമ്മൾ എല്ലാവരും അടുത്തിരുന്നവന്റെ ജാതി നിങ്ങൾക്കറിയോ? ഈ ബെഞ്ചുകളിൽ അടുത്തിരിക്കുന്നവരുടെ ജാതി അറിയുമോ? അറിയാമെങ്കിൽ തന്നെ അത് മനഃപൂർവ്വം അറിഞ്ഞതാണോ? ഇനി അറിയാത്തവനാണ് അടുത്തിരിക്കുന്നെങ്കിൽ മനഃപൂർവ്വം അറിയാനുള്ള ഒരു ശ്രമം, ഒരു ആകാംക്ഷ, ത്വര ഈ ബെഞ്ചിൽ വന്നിരുന്നപ്പോ മലയാളിക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. ഒരു ബസ്സിൽ കയറുമ്പോൾ നിൽക്കുന്ന പോർട്ടറുടെ, വരുന്ന കണ്ടക്ടറിന്റെ, ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ജാതി നമ്മൾ തിരയാറില്ല. ഒരു തീവണ്ടിയിൽ സഹയാത്രികരുടെ ജാതി നമ്മൾ തിരയാറില്ല. ഒരു സ്കൂളിൽ എന്റെ കുഞ്ഞിനെ കൊണ്ട് ചേർക്കുമ്പോൾ ഏത് ജാതിക്കാർ അവർ പഠിക്കുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്ന എന്റെ മനസ്സ് വിലക്ഷണമാണ് എന്നറിയുന്നുണ്ട് നമ്മൾ ഉറക്കെ പറയാറില്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. മൗലികമായി ഒരാളും അത് സവർണനോ അവർണനോ വർണ്ണമില്ലാത്തവൻ ആരും ആവട്ടെ, ഒരാളും ജാതി പറയാതിരിക്കുന്ന ഒരു കേരള സമൂഹത്തിൽ നിന്നാണ് കേരള സമൂഹം നവകേരള സൃഷ്ടിക്കായിട്ടുള്ള ഇത്രയും വലിയ പ്രയത്നത്തിലേക്ക് നീങ്ങുന്നതും. നവവൈജ്ഞാനിക കേരളം, ആർഷഭാരത സംസ്കാരം പറയുന്ന പോലെ, വേദ സംസ്കൃതികൾ പറയുന്നത് പോലെ വിജ്ഞാനമാണ് ആയുധം, അറിവാണ് ആയുധം എന്ന് പറയുന്ന നവ ആധുനിക കേരള നിർമ്മാണ പ്രക്രിയയിലെ പോരാളികളുമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ പോരാളികളായിരിക്കുന്നത് കൊണ്ടാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ ഈ സദ്യ ഉണ്ട് കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ നവംബർ 1-ാം തീയതി കേരളപ്പിറവിയുടെ സമൃദ്ധമായ സദ്യ ഉണ്ണുമ്പോൾ ഏറ്റവും അധികമായി കണ്ണിങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ഇടതുപക്ഷത്ത് ഈ ഹൃദയത്തിൽ ഈ കൈ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറയും, എന്റെ കേരളത്തിൽ എന്റെ സഹോദരൻ ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത ഒരു കേരളത്തിലാണ് കേരളപ്പിറവിയുടെ സമൃദ്ധമായ സദ്യ നമ്മൾ ഉണ്ണാൻ പോകുന്നത്. ഔദ്യോഗികമായി ഒരാളും ദാരിദ്ര്യ രേഖയിൽ ഇല്ലാത്ത എന്റെ കേരളത്തിലാണ് ഞാൻ ഈ ഓണസദ്യ നവംബറിന് വേണ്ടി ഉണ്ണാൻ പോകുന്നത് എന്ന് ഹൃദയത്തിൽ ചേർത്ത് വെച്ച കരങ്ങളോടുകൂടി നമുക്ക് ഈ ഓണസദ്യ ഉണ്ണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് മാത്രമേ അർത്ഥമുള്ളൂ: ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആ സാഹോദര്യ ഭാവം നമ്മളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ലോകത്തിൽ എങ്ങുമില്ലാത്ത, ഏത് വലതുപക്ഷ വികസിത രാജ്യങ്ങളിലും ഇല്ലാത്ത രീതിയിൽ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു മനുഷ്യന്റെ രാജ്യത്ത്, മാനവികതയുടെ ദേശത്ത്, ദേശം എന്നാൽ ഒരു പിടി മണ്ണല്ല, ദേശമെന്നാൽ വെറും മണ്ണല്ല, ദേശമെന്നാൽ അവിടുത്തെ ജനങ്ങളാണ് എന്ന് മഹാകവി വെങ്കിട്ട അപ്പറാവു നമ്മളോട് എഴുതിയപ്പോ നമ്മളുടെ പ്രിയപ്പെട്ട ഭാസ്കര മാഷ് നമുക്ക് അതിനു മുമ്പേ ഏറ്റവും സുന്ദരമായി പാടിത്തന്നു. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, അത് നമുക്ക് നവലോകം സൃഷ്ടിക്കുന്ന ജന്മഗൃഹമാണ്. മനുഷ്യനുള്ള ഈ ദേശമാണ് നവലോകം സൃഷ്ടിക്കുന്ന ജന്മഗൃഹം. അവിടെ മനുഷ്യൻ ഒന്നാണ്, മനുഷ്യത്വമാണ് ജാതി എന്ന് പറയുന്ന മാനവികത മാത്രമാണ് സമ്പൂർണമായ സമത്വപൂർണമായ വസന്തം വിരിയുന്ന സ്വർഗം എന്ന് പറയുന്ന നവലോക സൃഷ്ടിക്ക് ആധാരം എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലെ സദ്യ സമൃദ്ധമായി ഉണ്ണാൻ കഴിയുന്ന മാനസിക നിലയിലേക്ക് ഉയർന്നു നിൽക്കാൻ പ്രചോദനം ഈ ലോകത്തിന് നൽകിക്കൊണ്ട് കേരളക്കരയിലെ, പ്രത്യേകിച്ചും തൃക്കാക്കരയിലെ ഏറ്റവും സമ്പൂർണമായ ഈ ഓണസദ്യ നടക്കുന്ന ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരിക്കൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളെ വളരെ സന്തോഷപൂർവ്വം നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. തകിൽ കലാകായിക സാംസ്കാരിക കേന്ദ്രം കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഈ പ്രദേശത്തെ കലാകായിക സാംസ്കാരിക മേഖലയിലും ജനോപകാരപ്രദമായ മറ്റു മേഖലകളിലും സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് തകിൽ. മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ, ദുരന്തത്തിന് ഇരയായവർക്ക് സഹായം എത്തിക്കൽ, ഓണക്കിറ്റുകൾ, കോവിഡ് കാലത്തെ ഇടപെടൽ,
1200 പേരടങ്ങുന്ന വിപുലമായ ഓണസദ്യ തുടങ്ങിയ എണ്ണമറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തകിൽ കലാകായിക സാംസ്കാരിക കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തകിൽ കലാകായിക സാംസ്കാരിക കേന്ദ്രം ആഘോഷ കമ്മിറ്റി കൺവീനർ KS സലീം അധ്യക്ഷത വഹിച്ചു. തകിൽ മുഖ്യരക്ഷാധികാരി VS സക്കീർ ഹുസൈൻ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ PV ഷാജി, തകിൽ പ്രസിഡന്റ് OV ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി MV ബൈജു, ട്രഷറർ KV വേണു തുടങ്ങിയവർ സംസാരിച്ചു.